നല്ല മധുരമുള്ള പാൽപ്പായസത്തിൽ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇക്കുറി ശബരിമല തീർത്ഥാടനം. വലിയ പരാതികളൊന്നുമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും തയ്യാറെടുപ്പുകളിൽ വളരെ നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടും ഓരോ ദിവസവും വരുന്ന തീർത്ഥാടകരെ വളരെ ശാസ്ത്രീയമായി തിരക്കിൽ ഒതുക്കി, തിരക്കൊഴിവാക്കി, ക്യൂവിൽ നിർത്തി ദർശനം നടത്തി പോവുകയാണ്. വലിയ പ്രശ്നങ്ങളോ പരാതികളോ ഒന്നും വരാതെ ഉള്ള ഈ ഇംഗ്ലീഷിൽ പറയുന്ന ക്രൗഡ് മാനേജ്മെന്റ്, തിരക്ക് നിയന്ത്രിക്കൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് ശബരിമലയിൽ നടക്കുന്നത്. അതിനിടയിൽ ഈ പായസത്തിൽ കല്ലുകടി പോലെ VIP ദർശനം ഒരു വിവാദമാക്കി മാറ്റി, അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചു. രാഷ്ട്രീയക്കാർ അല്ല വിവാദമുണ്ടാക്കിയത്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് അതിനെ പൊക്കിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സർക്കാരിനെ എതിർക്കുന്നവർക്കും വേണ്ടത്ര സാധിക്കാതെ പോകും. അത്രയും നല്ലത്. ഇപ്പം എന്താണ് പ്രശ്നം? VIP-കൾക്ക് അല്ലെ VVIP-കൾക്ക് പ്രത്യേക പരിഗണന സോപാനത്തിൽ ശബരിമലയിൽ കൊടുക്കുന്നു എന്ന പരാതി. അതിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഇടപെട്ട് ഇപ്പം എല്ലാം സ്വമേധയാ ഇടപെടുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു രൂപമാണ്. അത് കോടതി ആയതുകൊണ്ട് നമുക്കതിനകത്ത് വിമർശിക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ഇത് സ്വയമേവ അല്ല സ്വമേധയാ ദേവസ്വം ബെഞ്ച് എടുത്ത പരാതിയിൽ പരിഗണിച്ച കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ വരുത്തി പരിശോധിച്ചു. ദേവസ്വം ബോർഡ് വീഡിയോ ദൃശ്യങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ചു. പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്ന പോലീസ് ഓഫീസറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അത് പോലീസ് കൊടുത്തു. പോലീസ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു. ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ സോപാനം സ്പെഷ്യൽ ഓഫീസർ കൊടുത്തു. അപ്പൊ ഈ ദൃശ്യങ്ങളിൽ, വീഡിയോ ദൃശ്യങ്ങളിൽ ഈ സ്വമേധയാ കേസെടുത്ത മീഡിയ റിപ്പോർട്ട് കണ്ടിട്ട് അതിൽ നടൻ ദിലീപ് നടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ്, നടയടയ്ക്കുന്ന നമുക്കറിയാം 11 മണിയോടെയാണ് ഹരിവരാസനം ചൊല്ലി, അയ്യപ്പന്റെ ഉറക്കപ്പാട്ടായ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നു. പിന്നെ വിളക്കുകൾ അടയ്ക്കുന്നു. അപ്പൊ അതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ദിലീപും കൂട്ടാളികളും ദർശനത്തിന് എത്തുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ ദർശനത്തിന് വരുന്ന ദിലീപിനെയും സംഘത്തെയും ശബരിമലയുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതേപോലെ ശബരിമല ഡെപ്യൂട്ടി കമ്മീഷണറും ഈ 2 പേര് അനുഗമിക്കുന്നുണ്ട്. ശബരിമല സ്പെഷ്യൽ ഓഫീസർ, സോപാന ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ, പിന്നെ 1-2 സുരക്ഷാ ഭടന്മാര്, ദേവസ്വം ബോർഡിന്റെ സുരക്ഷാ സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാര്. അപ്പൊ ഇവര് 3-4 പേര് ദിലീപിനെ അനുഗമിക്കുന്നുണ്ട്. ഈ അനുഗമിക്കുന്നവരെല്ലാം പോലീസ് ഓഫീസർമാരോ ജീവനക്കാരോ അല്ല, സ്റ്റാഫോ അല്ല, ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫാണ്. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ കൂടെയുള്ള ആൾക്കാർ. അപ്പൊ പോലീസ് റിപ്പോർട്ടിൽ, സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ, ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ദിലീപിന് ഇങ്ങനെ സോപാനത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന സംവിധാനമാണ്. പോലീസിന് അതിനകത്ത് നേരിട്ട് ഇടപെടലില്ല. കാരണം സോപാനം നിയന്ത്രിക്കുന്നത് സോപാനം സ്പെഷ്യൽ ഓഫീസറാണ്. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനല്ല. അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് വീഴ്ചയില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തങ്ങളൊന്നും ഞങ്ങൾ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ സോപാനത്തിൽ 10 മിനിറ്റോളം നിൽക്കുന്ന ദിലീപ് അപ്പോൾ ഹരിവരാസനം പാടി ചൊല്ലി, ഉറക്കപ്പാട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് തീർത്ഥാടകർക്ക്, ഭക്തർക്ക് തടസ്സമുണ്ടാക്കിയെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അപ്പോൾ ഇതിന്റെ പേരിൽ ദേവസ്വം ബോർഡ് കോടതിയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിഷയം അങ്ങ് തീരാം. ഇല്ലെങ്കിൽ ദിലീപിനെ വരെ കക്ഷി ചേർത്ത് കേസ് എടുക്കുമെന്ന് കോടതി, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ പ്രശ്നം തീരും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതൊക്കെ ഇത്രയും വലിയ വിവാദമാക്കേണ്ടതുണ്ടോ? ഒരു VIP വന്ന് നടനാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് തന്നെ ദർശനത്തിന് വരുന്നവരിൽ ചിലർക്ക് ഒഴിവുകളുണ്ട്. പ്രത്യേക പരിഗണന ഇപ്പോൾ തന്നെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്നവർ, അതായത്
ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ദർശനത്തിന് ശബരിമലയിൽ വന്നാൽ സോപാനത്തിൽ അയ്യപ്പന് മുമ്പിൽ സോപാനത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രിയോറിറ്റി കിട്ടാറുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇങ്ങനെ തുടങ്ങി പിന്നെ സുപ്രീം കോടതിയിലുള്ളവർ, ഇവരൊക്കെ വരുമ്പോൾ പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട്, പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രിവിലേജ് ഇപ്പോഴും ചില വിഭാഗങ്ങൾക്ക് ശബരിമലയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ദിലീപ് വന്ന് 10 മിനിറ്റ് നിന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു ഊതി വീർപ്പിക്കണമായിരുന്നോ, ചർച്ചയാക്കണമായിരുന്നോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം നന്നായി നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തിൽ എന്തെങ്കിലും ഒരു വിവാദം വേണം എന്ന് ആഗ്രഹിക്കുന്നവരിവിടെ കുറച്ചു പേരൊന്നുമല്ല, വലിയൊരു സംഘമുണ്ട് എന്ന് നമുക്കറിയാം. അത് യുവതീ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ച സാഹചര്യത്തിൽ അതിന് ശ്രമിച്ച കേരള സർക്കാരിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാനും ആർത്തവ ലഹള ഇവിടെ കെട്ടിപ്പൊക്കാനുമൊക്കെ അത് പൊട്ടിപ്പുറപ്പെടാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ശക്തികൾ ശബരിമലയിൽ എന്തെങ്കിലും ഉണ്ടാവണം, നേരെ നടക്കരുത്, എന്തെങ്കിലും പ്രശ്നം വേണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അവർക്ക് കയ്യിൽ കളിക്കാനുള്ള ഒരു പന്തായിട്ട് ഈ VIP വിവാദം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോകാത്തത് നല്ല കാര്യം. കാരണം ദേവസ്വം ബോർഡ് അതിൽ ഇടപെട്ട് നടപടി അവർക്ക് നോട്ടീസ് കൊടുത്തു, ഈ പറയുന്ന ദിലീപിനെ സൗകര്യം ചെയ്തു കൊടുത്തവർക്ക്. അപ്പോൾ ഇത്രയും വലിയ വിവാദമാക്കാതെ തീർക്കാവുന്ന ഒരു കാര്യമല്ലേ ഇത്. പിന്നെ ഇതിലെല്ലാം ഇങ്ങനെ ഡേ ടു ഡേ ദിനം പ്രതി എന്നോണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെടണോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ച ആ ഒരു കാര്യം ഇവിടെയും ചോദിക്കുകയാണ്. നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിന് കോടതിയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്, നമ്മളതൊന്നും മറക്കാൻ പാടില്ല. ഗവൺമെന്റ് ഉത്തരവാദിത്തത്തോട് പ്രവർത്തിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡ് വളരെ കരുതൽ കാണിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ചെറിയൊരു പിശക് ഇങ്ങനെ ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചു പോയെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയുള്ളവർക്ക് ഈ പ്രിവിലേജ് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നടനോ രാഷ്ട്രീയക്കാരനോ വന്ന് ഇങ്ങനെ ചെയ്തു പോയതിൽ അല്ലെ അവർക്ക് ആ സൗകര്യം ദേവസ്വം ബോർഡിന്റെ ചില ഉദ്യോഗസ്ഥർ ചെയ്തു പോയെങ്കിൽ അത് പൊറുക്കാവുന്ന മാപ്പാക്കാവുന്ന ഒരു കേസായിട്ട് ദേവസ്വം ബെഞ്ച് കാണണമെന്നാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് വൈസിന് അപേക്ഷിക്കാനുള്ളത് കോടതിയോട്. ഇതൊന്നും വീണ്ടും വലിയൊരു വിവാദമാക്കിയിട്ട് ദിലീപിനെ കക്ഷി ചേർക്കാനൊന്നും കോടതി തയ്യാറാവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഹരിവരാസനം ഏറെ നമ്മുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന ഒരു ഉറക്കുപാട്ടാണ്. അയ്യപ്പൻ്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം. അതിന് സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷാണ്. ഇപ്പോൾ ശബരിമലയിൽ കേൾക്കുന്ന ഒറിജിനൽ ട്രാക്കിന്, ഹരിവരാസത്തിന്, യേശുദാസ് പാടുന്ന ഹരിവരാസനത്തിന് സംഗീതം ഒരുക്കിയത് ജി ദേവരാജൻ മാഷാണ്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റും ഈശ്വരവിശ്വാസിയുമൊന്നും അല്ലാത്ത ദേവരാജൻ മാഷാണ് ഇത്രയും ഇമ്പമാർന്ന ഈ മധ്യമാവധി രാഗത്തിൽ ഈ ഹരിവരാസനം ചിട്ടപ്പെടുത്തിയത്. അതേപോലെ ശബരിമലയെ പറ്റി പറയുമ്പോൾ, കാരണം രാത്രി 11 മണിയോടെ നടയടയ്ക്കുമ്പോൾ ഹരിവരാസനം ചൊല്ലുമ്പോൾ യേശുദാസിന്റെ ശബ്ദത്തിൽ അത് മൈക്കിൽ ഓൺ ചെയ്യുമ്പോൾ സന്നിധാനത്തും താഴെ പമ്പയിലേക്കൊക്കെ അത് കേൾക്കുമ്പോൾ ശബരിമല മുഴുവൻ നിശബ്ദമാകുന്ന 10 മിനിറ്റാണ് ഹരിവരാസനം എന്ന ഉറക്കുപാട്ട്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതേപോലെ ശബരിമലയിൽ അത് ദേവരാജൻ മാഷ് സംഗീതം ചിട്ടപ്പെടുത്തി എന്നുള്ളതും എടുത്തു പറയണം. ഒരു കമ്മ്യൂണിസ്റ്റും ഒരു വിശ്വാസിയുമല്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ സാധിക്കും. അതുപോലെ എടുത്തു പറയാവുന്ന മറ്റൊരു പാട്ടാണ് ഈ ശബരിമലയിൽ തങ്ക സൂര്യോദയം. അത് പാടിയത് യേശുദാസ് തന്നെ, അത് എഴുതിയത് വയലാർ രാമവർമ്മ. ഇതേപോലെ കമ്മ്യൂണിസ്റ്റും ഈശ്വര വിശ്വാസിയുമല്ലാതിരുന്ന വയലാർ രാമവർമ്മയാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം. ശബരിമലയിൽ പോവാതെ ഇതെല്ലാം മനസ്സിൽ കാണാൻ വയലാറിന് സാധിച്ചു, വയലാറിന്റെ കവിത്വത്തിന് സാധിച്ചു എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇനി ശബരിമലയിൽ തങ്ക സൂര്യോദയത്തിനും സംഗീതം കൊടുത്തത് ഇതേ ജി ദേവരാജൻ മാഷ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് ഇവിടെ നടക്കുന്നു. ശബരിമല സെക്കുലറാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഇതിനെ ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ശബരിമല തീർത്ഥാടനം മകരവിളക്ക് വരെ, ഈ മണ്ഡലകാലവും കഴിഞ്ഞ് മകരവിളക്ക് വരെ നന്നായിട്ട് നടക്കട്ടെ. സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ അന്ന് 1975 ഇറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ
ഇത് 2 ഗാനങ്ങളുമുണ്ട്. വയലാർ എഴുതിയ ശബരിമലയിൽ തങ്കസൂര്യോദയവും പിന്നെ ഹരിവരാസനം. ഹരിവരാസനത്തിൻ്റെ ഒറിജിനൽ അത് എഴുതിയ ആളെ പറ്റി പല തർക്കങ്ങളുണ്ടെങ്കിലും അതുകൊണ്ടാണ് ആ പേര് നമ്മൾ കൃത്യമായിട്ട് പറയാഞ്ഞത്. ഒന്നിലധികം പേര് അതിൽ അവകാശം, അവരുടെ പിന്മുറക്കാർ അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ഹരിവരാസനം എഴുതിയതിന് പേര്. അത് വേറൊരു വിഷയമാണ്, അത് നമ്മളിവിടെ പറഞ്ഞാൽ നീണ്ടും. അപ്പം എന്നാലും ഹരിവരാസനവും ഈ 2 ഗാനങ്ങളും, ഈ 2 ഭക്തി ഗാനങ്ങളും ഈ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ആ സിനിമയിൽ ഹരിവരാസനം യേശുദാസ് പാടി വന്നതോടെയാണ് ഇത് ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ചത് എന്നതും നമുക്കിവിടെ ഓർക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ദിലീപ് വന്നു പോയതിന് ശേഷം, ദർശനം നടത്തി പോയതിന് ശേഷം അടുത്ത ദിവസം 2-3-4 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തി. അദ്ദേഹം 10 വർഷം കൂടിയാണ് കഴിഞ്ഞിട്ടാണ്, ആ ഗ്യാപ്പിന് ശേഷമാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് എന്ന് അദ്ദേഹം അവിടെ സന്നിധാനത്തെത്തിയിട്ട് പറയുകയുണ്ടായി. പിന്നെ ദർശനം വളരെ സ്മൂത്തായിരുന്നു, സുഗമമായിരുന്നു. ഏതാണ്ട് 1 മിനിറ്റ് നേരം സോപാനത്തിൽ നിൽക്കാനും അയ്യപ്പ വിഗ്രഹം കാണാനും സാധിച്ചു. മൊത്തത്തിൽ സംവിധാനങ്ങളെല്ലാം ഇക്കുറി തീർത്ഥാടക സംവിധാനങ്ങളെല്ലാം ശബരിമലയിൽ വളരെ ഭംഗിയാണ്. പരാതികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സാധാരണ ഈ ഗവൺമെൻറ്റിനെ പറ്റിയോ ആ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിനെ പറ്റിയോ ഒരു നല്ല വാക്ക് ഇതുവരെയുള്ള രീതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയാൻ യാതൊരു സാഹചര്യവുമില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം വി ഡി സതീശൻ പറഞ്ഞപ്പോൾ അതിന് ഫുൾ മാർക്ക് എന്നുള്ളതാണ്. കാരണം ശബരിമലയിലെ തീർത്ഥാടനം വളരെ കുറ്റമറ്റതാണ്, പിഴവുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് ഈ വി ഡി സതീശൻ ശബരിമലയിൽ ദർശനം നടത്തിയിട്ട് ചെയ്ത ഈ പ്രസ്താവന മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൂടി ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഈ ചിത്രം പൂർണ്ണമാവില്ല. അപ്പോൾ ദിലീപിനെ പറ്റി ഉണ്ടായ വിവാദം ഒരു വശത്തൊരു കല്ലുകടി പോലെ വന്നെങ്കിലും വി ഡി സതീശൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ തീർത്ഥാടനം നല്ലൊരു തീർത്ഥാടനമാണെന്നും നല്ല തീർത്ഥാടന കാലമാണെന്നും സ്ഥാപിക്കുന്നു എന്നുള്ളത് സംശയമില്ല.